മകൾ നീക്കുവാൻ വിൺമഹിമവേ ഹാലേൽ ഹാലേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയന്യേ ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ കുമ്പിടുന്നേ എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ എന്നുമേ ഞാനിനിയും നിന്നോടെ ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ ഭൂതലം വെന്തുരുകും താരകങ്ങൾ മറയും ഭൂതലം വെന്തുരുകും താരകങ്ങൾ മറയും അന്നുമെൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. ഇനി പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്തു. ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. സാധനം കേൾക്കാലോ അല്ലേ? നിതയുണ്ടോ? ഇല്ല. കർത്താവ് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ അവസരം തന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പൊതുവായിട്ട് ഗ്രഹിക്കാനും പഠിച്ചിരിക്കേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ഉപദേശമല്ല
ഡോക്ട്രിൻ, അതായത് ഉപദേശ സംബന്ധമായ വിഷയമല്ല എന്ന് സംസാരിക്കുന്നത്. അത് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇന്നത്തെ വചനത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു വചനഭാഗം ചിന്തിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 16-17 വാക്യങ്ങൾ. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വായിച്ചു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആ ആ ആ ആ ആ ആശ്വസിപ്പിച്ചോളൂ. വചനം തെറ്റാതെ വായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വായിച്ച വചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശു, ഈ വചനത്തെ ഞങ്ങൾക്ക് പ്രാണനിൽ കർത്താവെ ഏൽപ്പിച്ചു തരണം. ഇത് ഞങ്ങൾക്ക് ഉപകാരവും കർത്താവിന്റെ നാളിലേക്ക് ഒരുക്കത്തിനുള്ള കാരണവുമാക്കി തീർക്കണം. കർത്താവെ, തിരുനാം മഹത്വം കുറവാകട്ടെ. കർത്താവ് തന്നെ സംസാരിക്കണം, കർത്താവ് തന്നെ പഠിപ്പിക്കണം. ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, കർത്താവും ക്രിസ്തുവാണ് എന്ന് വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ കർത്താവ് തന്നെ ഞങ്ങൾക്ക് രക്ഷിതാവായിട്ടും അധ്യാപകനായിട്ടും കർത്താവെ പിതാവായിട്ടും ഇരുന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. തിരുനാം മഹത്വം കൊടുക്കുവാറാകണം, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ തിരുനാമം മഹത്വം എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ വചന പഠനത്തെ ദൈവം സഹായിക്കട്ടെ. മുഴുവൻ ലോകത്തിലുള്ള ക്രിസ്തീയ പ്രത്യാശയാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവായ യേശു ഇന്ന് സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് പോയിരിക്കുന്നു. യേശു എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ സഭ ഒരുങ്ങി പൂർത്തിയാകുവോളം തൻ്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എങ്ങനെ പക്ഷപാതം ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നവരുടെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. എഴുതിയ പേര് തൻ്റെ വായ കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് വായ കൊണ്ടൊരു പേരുച്ചരിച്ചാൽ ആ ഉച്ചരിക്കുന്ന പേരാണ്, അവരാണ് പാതാളത്തിൽ നിന്ന് കയറിയവർ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, നീ മിണ്ടാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ മൗനമായിരിക്കരുതേ. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് സംസാരിക്കാതിരുന്ന നമ്മുടെ അവസ്ഥ എന്താ? അപ്പം നമ്മൾ കുഴിയിലേക്ക് ഇറങ്ങും. നമ്മൾ എവിടെ നിന്ന് കയറിയവരാ? എവിടുന്ന 40 സങ്കീർത്തനം പറയുന്നത്? ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റിയതാണ്. ഈ ആഴമുള്ള കുഴി ഏതാ? ആഴമുള്ള കുഴി, അതായത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ബോട്ടംലെസ് പിറ്റ് എന്നാണ്. പാതാളം, അതാണ് പാതാളം. അധമ പാതാളം. പാതാളത്തിൻ്റെ 2 വശമുണ്ട്, അധമ പാതാളം, പാതാള പർദീസ. അപ്പോൾ ഈ പാതാളത്തിൽ നിന്നാണ്, പാതാളത്തിലേക്ക് പോകുന്നത് ആരാ? പാപം ചെയ്യുന്നവൻ പാതാളത്തിന് ഇരയാകുന്നു. പാതാളത്തിലേക്ക് പോകുന്നത് ആരാ? പാപം ചെയ്യുന്നത്. അവിടെ നിന്നാണ് കർത്താവ് നമ്മെ കയറ്റിയത്. ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും. കുഴഞ്ഞ ചേറാണ് ഇപ്പോൾ ലിതിയ പറഞ്ഞത്. ഏത്? പാപം. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ഒരു പാറമേൽ എന്നെ നിർത്തി. പാറ ഏതാ? ആ പാറയാണ് ക്രിസ്തു. ഗമനത്തെ സ്ഥിരമാക്കി.
വായിൽ പുതിയൊരു പാട്ട് തന്നു. അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ വരുവാനിടയായി തീർന്നത്, നിൽക്കുവാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരാൾ കുഴി കിടന്ന് ഒരാളെ എടുത്ത് കയറ്റി പാറയിൽ നിർത്തി വായിൽ പാട്ടും കൊടുത്ത് ഗമനത്തെയും സ്ഥിരമാക്കി. ഇവരെക്കുറിച്ച് എപ്പോഴും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നഥനയേലിന് രക്ഷിക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയവനാണെങ്കിൽ സ്വർഗത്തിൽ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നഥനയേൽ 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 എന്ന് പറഞ്ഞ അങ്ങനെയാണോ? അങ്ങനെയല്ല. എങ്ങനെയാ? വേറൊരാളവിടെ ഉണ്ട്. ആര്? ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ, ദൈവജനത്തിൻ്റെ ശത്രുവായ സാത്താൻ. ഇവൻ സദാസമയം രാപ്പകൽ നമ്മെ കുറ്റം ചുമത്തുന്ന അപവാദിയാണ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കും, ഒരുപക്ഷെ നമ്മൾ എഴുന്നേൽക്കും. ഈ സമയത്ത് മുഴുവനും ഇവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപവാദവും വാദവും എല്ലാം പറയും. അവൻ പറയുന്നത് എന്താ? നഥനയേൽ ഇന്നത് ചെയ്തില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, വചനം വായിച്ചിട്ടില്ല, ഇന്ന് മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൽ നിന്നൊരു ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ട് രാപ്പകൽ കുറ്റം ചുമന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. ദൈവം തന്നെ സിംഹാസനത്തിലിരിക്കുന്നു. ശത്രു എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നിങ്ങൾ പറ. വാദിച്ചുകൊണ്ടിരിക്കുന്നു, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വായിൽ നമ്മുടെ പേര് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉച്ചരിക്കുന്നത്? അയ്യോ, ലെനിയെക്കുറിച്ച് പറയുക, അപ്പുറത്ത് നിന്ന് വാദിക്കുക, എനിക്ക് വിട്ടു തരണം, അവൻ എൻ്റെ സന്തതിയാ, അവൻ യാതൊരു തരത്തിലുള്ള വിശുദ്ധിയുമില്ല, അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കർത്താവ് യേശു പറയും, അങ്ങനെയല്ല, നീ പറയുന്ന പോലെയല്ല, അവനാ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി അവരിൽ തെറ്റില്ലെന്നല്ല, തെറ്റുണ്ടെങ്കിൽ തന്നെ ഹൃദയപൂർവ്വം അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ യേശു വാദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾ ജഡ്ജി ആരാ? ദൈവം. അപവാദി ആരാ എന്ന് പറഞ്ഞേ? പിശാച്. നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാരാ? പണ്ട് വക്കീലിൻ്റെ ഒക്കെ പഠിച്ചില്ലേ? ജഡ്ജി ആരാന്ന് പറഞ്ഞേ? പറയല്ലോ ബ്രദറെ, ഒന്ന് പറഞ്ഞേ, ഇവരൊക്കെ ഒന്ന് പറയട്ടെ. ജഡ്ജി ദൈവം, അപവാദം പിശാച്, നമുക്ക് വേണ്ടി വാദിക്കുന്നത്. ഇത് അപവാദം പറയുന്നത് എപ്പോഴൊക്കെയാ? രാത്രിയാ? രാവും പകലും. അപ്പോൾ യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ രാവും പകലും ഇവൻ പറയണേ മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് പറഞ്ഞ് പാപത്തിൽ നിന്ന് തിരിയുന്നില്ല എങ്കിൽ യേശു പറയുന്നത് അങ്ങ് നിർത്തും, വാദിക്കുന്നത് അങ്ങ് നിർത്തും. അതിനാണ് പറയുന്നത്, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഉമിണ്ണുകളയും എന്ന് പറഞ്ഞാൽ എന്താ? തുപ്പിക്കളയും. വായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വായിൽ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഇനി പറയില്ല. എന്താ സ്തുതി? എൻ്റെ കുറ്റം സദാസമയം രാപ്പകൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി വാദിച്ചില്ലെങ്കിൽ എന്താ സ്തുതി? ഞാൻ എവിടുന്ന കയറിയേ? ഒക്കെ പറഞ്ഞേ, കുഴിയിൽ നിന്ന്. യേശു മിണ്ടാതിരുന്നാൽ ഞാൻ വീണ്ടും അങ്ങോട്ട് ഇറങ്ങും. അതുകൊണ്ട് വചനം പറ, നീ മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. അപ്പൊ യേശു മിണ്ടിയില്ല എങ്കിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങും? കുഴിയിലേക്ക് ഇറങ്ങും. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ യേശു ഇന്ന് സ്വർഗീയ മണ്ഡലങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഇത്രയും വചനം സകലത്തിൻ്റെയും ന്യായാധിപതി ദൈവമാണെന്നും അപവാദം പറയുന്നത് പിശാചാണെന്നും നമുക്ക് വേണ്ടി വാദിക്കുന്നത് കർത്താവായ യേശു ആകുന്നുവെന്നും
വചനത്തിൽ നിന്ന് നമ്മൾ പറയണം. 3 വചനമാണ്. ആ 3 വചനം ഒന്ന് കുറിച്ചേക്കണം കേട്ടോ. അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സംശയമുള്ളവർ ചോദിച്ചാൽ മതി. ഇങ്ങനെ വളർച്ച പൂർത്തിയായതിനു ശേഷം യേശു സഭ പൂർത്തീകരിച്ചു വരും. വളർച്ച പ്രാപിച്ചു. അപവാദി പറയുന്നതിനൊക്കെ എതിര് പറഞ്ഞ് യേശു തൻ്റെ സഭയെ വളർത്തി. വളർച്ച പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും കർത്താവ് ഇങ്ങോട്ട് വരും. എന്തിനു വേണ്ടിയിട്ട്? വളർച്ച പൂർത്തീകരിച്ചവരെ എടുക്കാൻ. വളർച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവരെ അടുത്ത പുസ്തകത്തിലേക്ക് എഴുതും. ഇപ്പൊ പുസ്തകത്തിൽ ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ഇപ്പൊ നമ്മളെയൊക്കെ എഴുതിയേക്കുന്ന പുസ്തകം ഏതാ? ജീവന്റെ പുസ്തകത്തിൽ എഴുതിയേക്കണം. വളർച്ചയായി കഴിഞ്ഞാൽ, വളർച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മെ വേറൊരു പുസ്തകത്തിലേക്ക് എഴുതും. അതേത് പുസ്തകം? നീതിമാന്മാരുടെ പുസ്തകം. നീതിമാന്മാരുടെ കൂടെയുള്ള എഴുത്ത്. ഇത് കഴിഞ്ഞാൽ കർത്താവായ യേശു ഇങ്ങോട്ട് വരും. ആരെ എടുക്കാൻ? കർച്ചോർത്തി വെച്ചാൽ ആരാ? നീതിമാന്മാരെ എഴുതിയേക്കണ ഏതാ? അവരുടെ പുസ്തകത്തിൽ. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയവരെ എടുക്കാനല്ല വന്നിരിക്കുന്നത്. പിന്നെയോ നീതിമാന്മാരുടെ പുസ്തകത്തിൽ നീതിമാന്മാരോട് എഴുതിയിരിക്കുന്നവര്. ഇത്രയും കാര്യങ്ങൾ ഇതായോ ഞാൻ ചിത്രം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? മറന്നു പോകാതിരിക്കാനാ. ഇതൊക്കെ ശരിയാണോ? വചനം ഉണ്ടോ? ഒന്ന് വായിച്ചേ. 60 സങ്കീർത്തനം 69. അവരുടെ ഈ 69:27 അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതി അവർ പ്രാപിക്കരുതേ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയണമേ, നീതിമാന്മാരോട് അവർ എഴുതരുതേ. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ യേശു നമ്മെ എങ്ങോട്ട് എഴുതും? നീതിമാന്മാരുടെ കൂടെ. ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മെക്കുറിച്ച് പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ് കോടതി പോലെ. ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. മറിയ ഒന്ന് പറഞ്ഞേ. ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ പറഞ്ഞേ. നീതിമാനായ ന്യായാധിപതിയായിട്ട്, ജഡ്ജിയായിട്ട് ദൈവം ഇരിക്കുന്നു. പിന്നെ അപവാദം പറയാനായിട്ട്, കുറ്റം പറയാനായിട്ട് സാത്താൻ എതിര് നിൽക്കുന്നു. നമുക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റായിട്ട് യേശു നിൽക്കും. ഈ വാദത്തിങ്കൽ തോറ്റുപോയി കഴിഞ്ഞാൽ, അതായത് മനഃപൂർവ്വം പാപം ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് വിധി വരും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഇവനെ മായ്ച്ചു കളഞ്ഞാൽ. അപവാദം പറഞ്ഞതിൽ ജയിച്ചാൽ, കർത്താവ് പറഞ്ഞ് അവനെ ജയിച്ചാൽ, അവൻ്റെ വളർച്ചാ പൂർത്തീകരണം വരുമ്പോഴത്തേക്കും അവനെ അത് ഏതൊക്കെ സമയത്ത് എഴുതും എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്ക് പൊതുവായിട്ട് ഇതൊക്കെ പഠിക്കുന്നുള്ളൂ. ഇവൻ്റെ പേരെങ്ങോട്ട് എഴുതും? നീതിമാന്മാരോട് എഴുതും. അപ്പം അതായത് അവൻ്റെ വളർച്ച പൂർത്തീകരണം. എന്നാൽ നീതിമാന്മാരോട് കൂടെ, നീതിമാന്മാരുടെ പുസ്തകത്തിൽ പെട്ടെന്ന് പറയരുത് കേട്ടോ. പറയും പെട്ടെന്ന് ലെനി പറയരുത് കേട്ടോ. അബ്രഹാമിനെ നീതിമാന്മാരുടെ പുസ്തകത്തിൽ എഴുതിയപ്പോഴാ? അബ്രഹാമിനെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോഴാ? നയമ പറഞ്ഞേരി. കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, അതായത് ഇന്നത്തെ ബസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് വിളിച്ച് ഇറങ്ങിയപ്പോൾ എവിടെ എഴുതി? ജീവന്റെ പുസ്തകത്തിൽ എഴുതി. നീതിമാന്മാരോട് എഴുതിയെന്ന ഇസ്ഹാക്കിനെ യാഗം കഴിച്ചപ്പോൾ. വെരി ഗുഡ്. ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവ എത്ര വർഷം എടുത്ത്? 40 വർഷത്തോളം. നീതിമാന്മാരോട് എഴുതി. അപ്പോ ഇങ്ങനെ നീതിമാന്മാരുടെ എടുക്കാനാണ് യേശു അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടാ. ഇത്രയും കാര്യങ്ങൾ തറവായിരിക്കണം. നാളെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചുമൊക്കെ പല ചോദ്യങ്ങളും വരും, സംശയങ്ങൾ വരും. അപ്പം അത് സംശയങ്ങൾ ചോദിച്ചാൽ നമുക്ക് സംശയം നിവൃത്തീകരിച്ച് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് കഴിയട്ടെ. ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത് എടുക്കാൻ വരുമോ സഭയെ എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എവിടെ എഴുതിയേക്കണവരെ?
നീതിമാന്മാരുടെ കൂടെ എഴുതിയവരെ എടുക്കാനായിട്ട് യേശു ഭൂമിയിലേക്ക് വരിക. യേശു ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് 3 ശബ്ദം പുറപ്പെടുവിക്കും. പുസ്തകം നോക്കാതെ ആർക്കെങ്കിലും പറയാവോ? നസറേയനിൽ പറയാവോ? നസറേയൽ ആ ക്രമമായിട്ട് പറയടാ. ഒന്നാമത്തെ ശബ്ദം ഏതാ? തെറ്റി. മറിയ പറയല്, നയമ പറയല്, ഇതുപോലും നീ പറയടാ. ഗംഭീരനാദം. 3 ശബ്ദത്തിൽ ഒന്നാമത്തെ ശബ്ദമാണ് ഗംഭീരനാദം. കർത്താവിന്റെ ഗംഭീരനാദം. രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദം. 3 ദൈവത്തിന്റെ കാഹളം. 3 ശബ്ദമാണ് അവ പുറപ്പെട്ടത്. ഇനി പറഞ്ഞടാ ഏതൊക്കെയാന്ന്. കർത്താവ് അവന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ 3 കാര്യം നയമ പറഞ്ഞേരി. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, കർത്താവിന്റെ കാഹളം. ഇത് കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. അവിടെയാണ് അതിൻ്റെ വിഷയം. കേൾക്കുന്നവരും കേൾക്കാത്തവരും എന്നുള്ള ഇതാണ് അടുത്ത ഘട്ടം. അപ്പോൾ ഈ 3 ശബ്ദമാണ് ഇവിടെ മുഴങ്ങാൻ പോകുന്നത്. അത് കേൾക്കുന്നവരും കേൾക്കാത്തവരും. ഒന്നാമത്തത് ഗംഭീരനാദം, കർത്താവിൻ്റെ ഗംഭീരനാദം. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ദൈവം സംസാരിക്കുന്നത് പോലെ തന്നെയാണ് യേശു സംസാരിക്കുന്നത്. അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ പോലെയായിത്തീരും. അപ്പോൾ യേശു സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്നത് പോലെയാണ്. ദൈവം സംസാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതും ദൈവം സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ സംസാരിക്കുന്നതും ദൈവം സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം സാജ കേൾക്കണ്ടോ? മനസ്സിലാവണ്ടോ? അങ്ങോട്ട് കേൾക്കാല്ലോ. അപ്പോ ദൈവത്തിൻ്റെ ശബ്ദത്തിനുള്ള പ്രത്യേകത മറ്റുള്ള മനുഷ്യരുടെയും മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിനുള്ള പ്രത്യേകത, ഒന്ന്, അതിന് മുഴക്കമുണ്ട്, ഒരു മുഴക്കമാണ്. 2, അതിന് ശബ്ദമുണ്ട്. 3, അതിന് ഒരു ആജ്ഞാശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ആജ്ഞയുണ്ട്. 103-ാം സങ്കീർത്തനം 20-ാം വാക്യം വായിക്കാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായുള്ളവരെ. അപ്പൊ അതിലെന്തൊക്കെയുണ്ട്? വചനം, ശബ്ദം, ആജ്ഞ. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവന്റെ നാദത്തിന്റെ മുഴക്കവും അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾപ്പീൻ. അപ്പോൾ ഇതിനകത്ത് ഇത് പൊതുവെ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ദൈവം ശബ്ദിച്ചാൽ അതിനെന്തൊക്കെയുണ്ട്? ദൈവം സംസാരിച്ചാൽ എന്തൊക്കെയുണ്ട് പറഞ്ഞാ? മുഴക്കമുണ്ട്, ശബ്ദമുണ്ട്, ആജ്ഞയുണ്ട്.
മനുഷ്യൻ സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണ ശബ്ദം. നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിന് അങ്ങനെയില്ല, സാധാരണ ഒരു ശബ്ദം. പക്ഷെ ദൈവം സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്. ദൈവം മനുഷ്യനോട് സംസാരിച്ച ഭാഗങ്ങളൊന്ന് പറയാമോ? മോശയോട് മുൾപ്പടർപ്പിൽ വെച്ച് മോശ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം പറഞ്ഞു, മോശെ അങ്ങോട്ട് അടുത്ത് വരരുത്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയാം. അപ്പോൾ ദൈവം സംസാരിച്ചിട്ടുള്ള ഒരാളും മോശ. ഇനി നീ പറയരുത്. ഇനി അടുത്ത ഒരാൾ പറഞ്ഞേ, നഥനയേൽ പറഞ്ഞു അബ്രഹാമിനോട്. എന്താ പറഞ്ഞേ? നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം. അടുത്ത വേറൊരാളെ പറഞ്ഞ് മറിയ പറഞ്ഞ് ആദമിനോട് പറഞ്ഞു, ആദമേ നീ എവിടെ? ഇനി ഒരാൾ പറഞ്ഞ് നയമ പറഞ്ഞ് കറക്റ്റ് ശമൂവേലിനോട്. അപ്പം എല്ലാവർക്കും അതറിയാം, ദൈവം മനുഷ്യനോട് സംസാരിച്ച വിധം. അപ്പോൾ ദൈവം സംസാരിച്ച വിധം എന്ന് പറയുമ്പോൾ ദൈവം സംസാരിച്ച ഭാഷ ഏത് ഭാഷയിലാണ്? എബ്രായ ഭാഷയിലാണോ, ഇംഗ്ലീഷിലാണോ, മലയാളത്തിലാണോ? ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന മുഴക്കവും ശബ്ദവും ആജ്ഞയും ഏത് മനുഷ്യനിലേക്ക് വന്നാലും അവൻ്റെ ഭാഷ ഏതോ ആ ഭാഷയിലായിരിക്കും അവൻ കേൾക്കുന്നത്. ഇപ്പം അത്രയും ഗ്രഹിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം യഥാർത്ഥ രീതിയിൽ കേൾക്കണമെങ്കിൽ ഈ 3 കാര്യത്തോട് അവനവൻ്റെ ഭാഷയിൽ അവൻ കേട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഈ 3 ഭാഷയിൽ കേൾക്കണമെങ്കിൽ 3 ഏതൊക്കെ? മുഴക്കവും ശബ്ദവും ആജ്ഞയും കൂടി കേൾക്കണമെങ്കിൽ അവന് വേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? വെളിപ്പാട് പുസ്തകം 2:7. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി. അപ്പോൾ ആത്മാവ് സഭകളോട്, ദൈവം സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ എന്ത് വേണം? ചെവി വേണം. ചെവി വേണം. അപ്പം ചെവി ഉള്ളവരുണ്ട്, ചെവി ഇല്ലാത്തവരുണ്ട്. അതേതാ ചെവി ഇല്ലാത്തവരെന്ന് പറയുന്നത്? ഈ 3 കാര്യങ്ങൾ, അതായത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുഴക്കവും ശബ്ദവും ആജ്ഞയും പ്രാപിക്കാൻ തക്കവണ്ണം ഉള്ളിൽ സ്വീകരിക്കണമെങ്കിൽ ചെവി വേണം. മനുഷ്യർക്ക് എല്ലാവർക്കും ചെവി ഉണ്ടെങ്കിലും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണമെങ്കിൽ അതിനകത്ത് ശബ്ദം മാത്രം കേട്ടാൽ പോരാ, മുഴക്കം മാത്രം കേട്ടാൽ പോരാ, പിന്നെ എന്ത് കേൾക്കണം? പറഞ്ഞാൽ ശരി, ആജ്ഞ. അതിനകത്തൊരു ഉദ്ദേശം. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ പറയാം, റോയ് പാസ്റ്ററോട് പറയാം, റോയ്, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞത് പേരാ വിളിച്ച്, പേര് കേട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് ഒരു ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം. അതാ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? മനസ്സിലായില്ല. കേട്ട ആൾക്ക് മനസ്സിലായി. ഇതുപോലെ നാം എല്ലാവരും ദൈവശബ്ദം കേട്ടവരാ. എല്ലാവരും കേട്ടാ. വെറുതെ ഇരുന്ന് ഉറങ്ങല്ലേ മുസ്തൻ? ഉറങ്ങല്ലേ?
അപ്പോൾ എല്ലാവരും വചനം കേൾക്കുന്നവരാ അല്ലേ? പക്ഷെ അത് പ്രയോജനപ്പെടുന്നുണ്ടോ? പ്രയോജനപ്പെടുന്നില്ല. കാരണം ഈ 3 കാര്യങ്ങളോടുകൂടി ഉള്ളിൽ വരുന്നില്ല. മുഴക്കവും ശബ്ദവും വചനവുമായിട്ട് ഉള്ളിൽ വരുന്നില്ല. ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇത് 3 കാര്യങ്ങളോട് കൂടി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്? എബ്രായ ലേഖനം 10:5. ആ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ആ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ആ ആ ആ ആ ഞാൻ മതി നിൽക്കട്ടെ. അപ്പോൾ അതായത് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വചനത്തിലാണ്. വചനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണം. ഏതൊക്കെ? മുഴക്കം, ശബ്ദം, ആജ്ഞ. ഈ 3 കാര്യങ്ങളോട് കൂടി മാത്രമേ ഉള്ളിൽ കടന്നാലേ എന്ത് മനസ്സിലാവുള്ളൂ? ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സങ്കീർത്തന പുസ്തകം 40:6 വായിക്കാം. 40-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം സങ്കീർത്തനം. ആ ഇപ്പൊ നീ വായിച്ചത് പുതിയ നിയമത്തിൽ വായിച്ചതിന്റെ പഴയ നിയമത്തിലെ ഭാഗമാ. ആ നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനല്ലേ ഒന്നേ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വേണം. വെറുതെ ദൈവത്തിൻ്റെ വചനം പോരാ, പിന്നെ ഏതൊക്കെ വേണം? ദൈവത്തിൻ്റെ വചനം മുഴക്കമായിട്ടും ശബ്ദമായിട്ടും ആജ്ഞയായിട്ടും ഉള്ളിൽ കിടക്കണം. ഇന്നിങ്ങനെ സംഭവിക്കണമെങ്കിൽ അവൻ്റെ ചെവി തുളയ്ക്കണം. എന്ത് ചെയ്യണം? ചെവി തുളയ്ക്കണം. തുളച്ച ചെവികൾ. അപ്പോൾ ദൈവം പറയുന്നത് അങ്ങനെ തന്നെ കേട്ട് അനുസരിക്കണമെങ്കിൽ അവൻ ചെവിയുള്ളവനായിരിക്കണം. ചെവിയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെവി? തുളച്ച ചെവിയുള്ളവനായിരിക്കണം. മനുഷ്യരിൽ 2 ഭാഗമുണ്ട്. ഒന്ന് തുളച്ച ചെവിയുള്ളവർ, 2 തുളയ്ക്കാത്ത ചെവിയുള്ളവർ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പറഞ്ഞു, ഒരു പ്രയോജനം. നല്ല ഇതാട്ടോ, നല്ല അവസാന സർട്ടിഫിക്കറ്റ് പറയും, നല്ല. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കാരണം എന്താ? തുളയ്ക്കാത്ത ചെവി. കാരണം ഈ കാര്യങ്ങൾ ചെല്ലാതൊന്നും നടക്കില്ല. അപ്പൊ പഴയ നിയമത്തിലുള്ള ഇസ്രായേലിന് സംഭവിച്ചതാണ്. തുളയ്ക്കാത്ത ചെവി കൊണ്ട് വചനം കേട്ടാൽ എന്ത് വരില്ല? വചനം മനസ്സിലാവില്ല, വചനം ഉള്ളിൽ പ്രവേശിക്കില്ല. എങ്ങനെയാ തുളയ്ക്കുന്ന ചെവി? ചെവി തുളയ്ക്കുന്നത് എങ്ങനെയാ? ഇയ്യോബിന്റെ പുസ്തകം 36:15. ആ പീഡയിൽ തന്നെ അവൻ്റെ ചെവി തുറക്കുന്നു. അപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് കർത്താവ് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ അവനെ കൊണ്ടുപോയി നല്ലൊരു പൊസിഷനിൽ
നല്ലൊരു സമ്പന്നതയിൽ ഇരുത്തുമല്ല, എന്തി കിടത്തി വിടും? കഷ്ടതയിൽ കൂടിയും പീഡയിൽ കൂടിയും കിടത്തി വിടും. എന്തിനു വേണ്ടിയിട്ടാ? പീഡയിൽ ചെവി തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളൊരു സ്ഥലത്ത് ഈ ആരക്കൊന്ന് അല്ല കളമ്പൂർ ഒരു സ്ഥലത്ത് സുവിശേഷം അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓരോ വീടുകളിൽ അങ്ങനെ പോകും. അങ്ങനെ പോയി ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുവിശേഷം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയുള്ളവർ വീട്ടിൽ കയറ്റാറുമില്ല. അങ്ങനെ ഒരു സഹോദരി നമ്മളെ ഓടിച്ചിറക്കി വിട്ടതുപോലെ ഞങ്ങൾ പറയാനുള്ള പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്തതിൻ്റെ 2ാമത്തെ വർഷം ഞങ്ങൾ അതേ സുവിശേഷത്തിന് ഇങ്ങോട്ട് അതേ പോയപ്പോൾ സുവിശേഷകരാണെന്ന് അറിഞ്ഞ് അവർ ഓടി വന്ന് വിളിച്ച് വീട്ടിൽ കയറ്റി. അവർ സുവിശേഷം എല്ലാം കേട്ട് മുട്ടുമടക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ച് തലേ തുണിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ബഹുമാനവും ഭക്തിയും. ഇതെന്താന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലായിരുന്നു. അവസാനം അവർ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, ഇവർ പെര പണിത്. 2 വർഷം മുമ്പ് ഞങ്ങൾ പോയില്ലേ, അതിനുശേഷം ഒരു പെര പണിത്, വീട് പണിത് കഴിഞ്ഞാൽ വലിയൊരു കടത്തിലായി പോയി. അതായത് പണിതതിനപ്പുറം കടത്തിലായി. അവസാനം ഇപ്പോൾ വീട് വിറ്റാലും കടം തീരില്ല, വീട്ടിൽ നടക്കാൻ നിവർത്തിയില്ല, കുടുംബം മുമ്പോട്ട് പോകാനും നിവർത്തിയില്ല, ആകെ പ്രശ്നങ്ങളാണ്. കൃത്യമായിട്ട് വചനം കേട്ട് എങ്ങനെയാ വചനം കേട്ട്? അപ്പോൾ ഈ 2 വർഷം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? ചെവി തുളച്ച്. അപ്പം മര്യാദയ്ക്ക് വചനം കേൾക്കില്ല, എന്ത് ചെയ്താലേ കേൾക്കുള്ളൂ? ചെവി തുളയ്ക്കണം. അപ്പം ചെവി തുളക്കണം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറഞ്ഞ് നോക്കാതെ പറയണം. നീ പറയല്ലേ, പറഞ്ഞാൽ വിടിപ്പിക്കുന്നു. ആ ഒരു വേട് കിട്ടണം. പീഡയിൽ തന്നെ അവർ ചെവി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടും. കാണുന്നവരെല്ലാം പറ്റിക്കും, ചെയ്ത സകല ഉപദ്രവം ചെയ്യും, ചെല്ലുന്ന നേരത്തെല്ലാം പ്രശ്നമാണ്, സമാധാനം വരില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പറ, തുളച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ഉദ്ദേശം ഇതാ. ഏതൊക്കെയാ? താൻ സംസാരിക്കുന്ന അത് ഭാഷയായിട്ട് മാത്രം കേട്ടാൽ പോരാ. നമ്മളൊക്കെ കേൾക്കുന്നത്, സാധാരണ മനുഷ്യൻ കേൾക്കുന്നത് ഭാഷയായിട്ട് മാത്രമാണ്. ഇതെങ്ങനെയൊക്കെ കേൾക്കണം? ഉറക്കെ പറ. മുഴക്കം, അതിൻ്റെ ഒരു മുഴക്കം ഉണ്ട്, അത് കേൾക്കണം. മുഴക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുഴക്കം, അതായത് യേശു ഒരു ആള് എസ്കൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു കാര്യം ഉരുവാകട്ടെ എന്നങ്ങ് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്ന ആ പാറ നീങ്ങിപ്പോകട്ടെ എന്ന് കർത്താവ് അങ്ങ് പറഞ്ഞാൽ, ഈ ശബ്ദത്തിലെ മുഴക്കമാണ് ആ ക്രിയയെ മാറ്റി ചെയ്യുന്നത്. അത്ര ഭയങ്കരമായതിൻ്റെ മുഴക്കം. ഞാനിപ്പോൾ അത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താങ്ങാനുള്ള കെൽപ്പില്ല, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയാത്തെ. ആ മുഴക്കം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ക്രിയ ചെയ്യുന്നത്. അത്ര ഭയങ്കരമാണ് ഈ മുഴക്കം. അപ്പം ഇതുവഴി ഇതിൻ്റെ അകത്ത് കയറണം. അതിന് വേണ്ടിയിട്ട് തൻ്റെ ജനത്തെ ദൈവം എന്ത് ചെയ്യും? ചെവി തുളയ്ക്കും. എങ്ങനെ തുളയ്ക്കും? പീഡയിൽ ചെവി തുളയ്ക്കുമ്പോൾ ചിലരെന്ത് ചെയ്യുമെന്നറിയാം? വേണ്ട, ആ പരിപാടി വേണ്ട, ഇതൊക്കെ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ ഇതിൽ വന്നത് പിന്നെ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. നല്ലൊരു കൃപയിൽ വന്നതുവാ. അവസാനം എനിക്കില്ലാത്ത പ്രശ്നമില്ല, പിന്നെ ഞാൻ ഇട്ടിട്ട് പോകുന്നു. ചെവി തുളച്ചപ്പോൾ എന്ത് ചെയ്തു? യെശയ്യാപ്രവചനം 50-ാം അധ്യായം 5-ാം വാക്യം. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനും മറുത്തു തന്നില്ല. അപ്പോൾ 2 കൂട്ടരുണ്ട്. മറുത്തു നിൽക്കുന്നവരുണ്ട്. മറുത്തു നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത്തിൽ പിൻവാങ്ങി പോകുന്നവർ. നിൽക്കാത്തവരെന്ന് പറഞ്ഞാൽ സഹിച്ചു നിൽക്കുന്നവർ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. പറ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അതാണ്
ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നു. എങ്ങനെ? ആ സഹിച്ചു കഴിഞ്ഞാൽ എന്നറിയാം. അതായത് 1 തെസ്സലോനിക്ക ലേഖനം 1:6 വായിച്ചേ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട്. 1 തെസ്സലോനിക്ക എഴുതിയ ലേഖനം 1:6. അപ്പോൾ ഇപ്പൊ തെസ്സലോനിക്ക സഭയ്ക്ക് എന്താ അനുഭവം? എന്നാ? ബഹുകഷ്ടമാണ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഹായ്, എത്ര കഷ്ടമായിട്ടും വചനം കൈക്കൊണ്ടു. കാരണം എന്താ? കഷ്ടത വന്നതിന് വേണ്ടിയിട്ടാ. പറ, ചെവി തുളയ്ക്കാൻ. അപ്പൊ ചെവി തുളച്ച്, കഷ്ടത വന്ന് ചെവി തുളച്ച് വചനം പറഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളാൻ ഇടയായി തീർന്നതിന്റെ കാരണം എൻ്റെ ചെവി തുളച്ചു, അവരോ മറുത്തു നിന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം സംസാരിക്കുന്നതും അത് പ്രാപിക്കുന്നതും ദൈവേഷ്ടം ചെയ്യുന്നവരും ഇവർ മാത്രമാണ്. നമ്മുടെ കൂട്ടായ്മയിലും ഇതിലും നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ എത്രയേറെ പറഞ്ഞാലും എത്ര വിവരിച്ചാലും അത് മനസ്സിലാവില്ല. അപ്പോൾ മനുഷ്യരിൽ, വിശ്വാസികളിൽ തന്നെ 2 വിഭാഗം. ഒന്ന് തുളച്ച ചെവിയുള്ളവർ, ഒന്ന് തുളയ്ക്കാത്ത ചെവിയുള്ളവർ. തുളച്ച ചെവിയുള്ളവരുടെ ഉള്ളിൽ എന്ത് കയറും? വചനം കയറും. എങ്ങനെ? മുഴക്കമായിട്ടും ശബ്ദമായിട്ടും ആജ്ഞയായിട്ടും. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ദൈവേഷ്ടം ചെയ്യാൻ സാധിക്കൂ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. എന്നേക്കും നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവവചനം മുഴക്കത്തോടും ആജ്ഞയോടും ശബ്ദത്തോടും കൂടി ഉള്ളിൽ പ്രവേശിക്കണം. ഈ 3 കാര്യങ്ങളോടുകൂടി വചനം ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ചെവി തുളയ്ക്കണം. ചെവി തുളയ്ക്കണമെങ്കിൽ പീഡയും കഷ്ടതയും അനുഭവിക്കണം. അനുഭവിക്കുമ്പോൾ മറുത്തു നിൽക്കാതെ അത് സ്വീകരിക്കണം. അങ്ങനെയുള്ളവൻ്റെ ഉള്ളിലേക്ക് ദൈവം പറയുന്ന ശബ്ദം കേൾക്കും. അവൻ അത് മനസ്സിലാക്കും. അവൻ അനുസരിക്കും. അവൻ വളർച്ച പ്രാപിക്കും. ഈ വളർച്ചയാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ വളരുന്നവരാണ് നാളെ ഈ ശബ്ദം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ഏത് ശബ്ദം? ഏറ്റവും ആദ്യത്തെ ശബ്ദം ഏതാ? കർത്താവിൻ്റെ ഗംഭീരനാദം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ, ആ ഗംഭീരനാദം പുറപ്പെടുമ്പോൾ ഈ 3 കാര്യങ്ങളോടുകൂടി അവനെ, ഏതൊക്കെ? മുഴക്കത്തോടും ശബ്ദത്തോടും ആജ്ഞയോടും കൂടിയാ വരുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ഒരുക്കുകയും കല്ലറകളിലുള്ളവർ ദൈവോത്തര ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു. ആ വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഈ ശബ്ദം പുറപ്പെടുമ്പോൾ കല്ലറയിലുള്ളവർ, ചത്തുപൊടിയിലേക്ക് ചേർന്നവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാവരും ഈ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുന്നത് ആരായിരിക്കും? പറ. ചെവി തുളച്ചവർ. അവരുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കും. അവരാ ശബ്ദത്തിങ്കൽ, ഈ പ്രവേശിച്ച ശബ്ദത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയും വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പം ഔട്ട്ലൈൻ മാത്രമാണ് പഠിക്കുന്നത്. അങ്ങനെ പ്രവേശിച്ചവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ പോലെയായി എടുക്കപ്പെടും. ഇപ്പം നമ്മൾ എത്ര ഭാഗം പഠിച്ചു എന്നറിയാവോ? അതായത് സ്വർഗത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ അവസ്ഥ എങ്ങനെയൊക്കെയാ? അതായത് ജഡ്ജിയായിട്ട് ആയിരിക്കുന്നു ദൈവം, അപവാദം പറയുന്നവനായിട്ട്
പിശാച് വക്കീലായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുന്നവനായിട്ട് യേശു ഇരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് എവിടെ എഴുതുന്നു? ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നവർക്ക് വേണ്ടി യേശു വാദിക്കുന്നു. വാദത്തിൽ ജയിച്ചാൽ അവൻ്റെ പേര് നീതിമാന്മാരോട് എഴുതുന്നു. അങ്ങനെ വളർച്ച പൂർത്തീകരിച്ച അവരെ എടുക്കാൻ വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിലേക്ക് വരുമ്പോൾ 3 ശബ്ദം പുറപ്പെടുവിക്കും. ഒന്നാമത്തെ ശബ്ദം കർത്താവിൻ്റെ ഗംഭീരനാദം, രണ്ടാമത് പ്രധാന ദൂതൻ്റെ ശബ്ദം, മൂന്നാമത് ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അത് കേൾക്കുന്നവർ രൂപാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിനെ പോലെയായി ക്രിസ്തു യേശുവിൻ്റെ അടുക്കിലേക്ക് ക്രിസ്തു യേശു അവരെ ആകാശമേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. ഒന്നാമത്തെ ശബ്ദം മാത്രമേ ഉള്ളൂ. അടുത്ത ശബ്ദങ്ങൾ എത്രയുണ്ട്? ഇനി 2 ശബ്ദമുണ്ട്. ഒന്നാമത്തെ ശബ്ദം നമ്മൾ പഠിച്ചു. ഏതാ? കർത്താവിൻ്റെ ഗംഭീരനാദം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുട്ടുമട പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം ഇന്നും ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ പഠിക്കാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ നൽകിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ നാളിലേക്ക് വേണ്ടി ഞങ്ങൾക്ക് ഉപകാരപ്പെടുവെന്നൊക്കെ കർത്താവ് പ്രവർത്തിക്കുമാറാകണം. ഉന്നത മുഖത്തോട് പാടാകട്ടെ. പ്രാർത്ഥിക്കാൻ സാജ കൊച്ചുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. ആമേൻ. നഥനയിൽ പ്രാർത്ഥിച്ചാണ്. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേയൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേയൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, ചെങ്കടൽ പിളർന്നു നടത്തിടും, അടിമയെന്നുകം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ, ചെങ്കടൽ പിളർന്നു അടിമയിന്നുകം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ, മുന്നിലും പിറകിലും മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടാം. യേശു നല്ലവൻ, മുന്നിലും പിറകിലും കാവലായി, മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടാം. യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേയൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ നമ്മൾ വചനത്തിൽ കേട്ടല്ലോ. ഹനനയാഗം കർത്താവ് ഇച്ഛിച്ചില്ല, ഭോജനയാഗവും വേണ്ട. യെശയ്യാ പ്രവചനത്തിൽ പറയും, നിങ്ങൾ ധൂപം കാട്ടുന്നത് എനിക്ക് അറപ്പാണ്.
ഇതൊക്കെ ആരാ നിങ്ങളോട് ചോദിച്ച്? ഇതിനെല്ലാറ്റിനും ഉപരിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ വചനം ഉള്ളിൽ പ്രവേശിക്കണം. അത് പ്രവേശിക്കണമെങ്കിൽ ചെവി തുറക്കണം. അത് തുറക്കണമെങ്കിൽ അത് കഷ്ടത അനുഭവിക്കാതെ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ നമുക്ക് വരം നൽകിയവനാണ് ദൈവം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ദൈവേഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കാം. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. അവസാനമായിട്ട് റോയി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇത്രയും പേർക്ക് ദൈവത്തിന് ചിന്തിപ്പാൻ കർത്താവിന്റെ ഗംഭീരനാമവും കർത്താവെ കാഹളവും കർത്താവെ ദൈവമേ ശബ്ദത്തെക്കുറിച്ചൊക്കെ കേൾക്കുവാൻ കർത്താവെ ദൈവം എങ്ങനെ കേൾക്കുവാനായിട്ട് സാധിക്കും? ദൈവമേ, കർത്താവ് എങ്ങനെയാണ് ചെവികളെ തുറക്കുന്നത്, അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് കർത്താവെ ദൈവം അതിന് കഷ്ടത കീഴടങ്ങുന്നെങ്കിൽ ചെവി തുറക്കുകയും പരിശുദ്ധാത്മ കേൾക്കുവാൻ സാധിക്കുന്നു. കർത്താവെ അവതരപ്രകാരം വളച്ചു അവരുടെ കർത്താവിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നൊക്കെയും അതിന് ദൈവത്തിന് വേണ്ടി കേൾപ്പാടേ അടിയുടെ ജീവിതത്തിൽ നാളും കർത്താവെ ദൈവമേ ഹൃദയത്തിന്റെ പഴയത്തിൽ കർത്താവ് എഴുതി തരുമാനമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം കർത്താവിന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മുസൽമാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇനിയും തുടർന്ന് കർത്താവ് അനുമതിയായി ദൈവത്തിന്റെ അതിനൊക്കെയും പഠിച്ച് കർത്താവിനാളിലേക്ക് ഒരുങ്ങുന്ന ശ്രേഷ്ഠപാത്രങ്ങളായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് താഴ്ത്തി എത്തിക്കുന്നു. പ്രാർത്ഥന യാതൊരു സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്ര പാരം, തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപയത്ര ധന്യം, വൻകൃപയത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്ര പാരം, തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപയത്ര ധന്യം, വൻകൃപയത്ര ധന്യം. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏവർക്കും സ്തോത്രം.